കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം, മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മോഹം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ, പ്രിയൻ മോഹം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ, ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെൻ്റെ പ്രിയനുമായി വാഴും സമയം, ലഭിക്കുമെൻ്റെ പ്രിയനുമായി വാഴും സമയം. നിത്യാനന്ദത്താലൻ ഹൃദയമാകിലം, നിത്യാനന്ദത്താലൻ ഹൃദയമാകിലം കാവിഞ്ഞൊഴുകും വന്നദീപോ ബഹുദൂരമായി, കാവിഞ്ഞൊഴുകും വന്നദീപോ ബഹുദൂരമായി. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ, കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം, മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മോഹം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ, പ്രിയൻ മോഹം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ, പ്രിയൻ മോഹം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഒരു ദിവസം അപ്പച്ചൻ്റെ അടുക്കൽ കയറി പോവുകയും നിത്യായുഗം യേശുവിനോടുകൂടെ പാർക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അവിടെ ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഭൂമിയിൽ ഒരു ഏതുമല്ലാത്ത മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത്, കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. നമ്മളൊക്കെ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ അവരെ കഴിവ് നോക്കി, അവരെ മിടുക്ക് നോക്കി, അവരെ പഠിപ്പ് നോക്കി, അവരുടെ ആരോഗ്യം നോക്കി, അവരുടെ എല്ലാ കഴിവും നോക്കും അല്ലേ ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവം നോക്കുന്ന കഴിവല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം നോക്കുമ്പോൾ നമുക്ക് കഴിവ്, ദൈവത്തിൻ്റെ മുമ്പിൽ കഴിവുള്ള ആരുമില്ല. ദൈവത്തിൻ്റെ കാരണം ദൈവം മാത്രമാണ് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും. പാപമില്ലാത്തവനാണ് ദൈവം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമില്ല. എന്നാൽ യേശു തൻ്റെ കണ്ണുവച്ച് ഈ ഭൂമിയിലെ സകല മനുഷ്യരെ നോക്കുമ്പോൾ പാപികളേ ഉള്ളൂ. എന്നാൽ യേശു ക്രിസ്തു വിശുദ്ധന്മാരെ അല്ല തിരഞ്ഞെടുത്തത്, പിന്നെ ആരെ? പാപികളെ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ, അല്ലെങ്കിൽ 18-ാം വാക്യം മുതൽ വായിച്ചേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തോന്നാ? ദൈവത്തിന്റെ ശക്തിയാണ്. ആ വചനം കേൾക്കുമ്പോൾ ഒരു ശക്തി വരും. എല്ലാവർക്കും വചനം കേൾക്കുമ്പോൾ വലിയ താല്പര്യം വരത്തില്ല. ഒരു കൂട്ടവർ വചനം കേൾക്കുമ്പോൾ കളിയാക്കും, പരിഹസിക്കും, പുച്ഛിച്ച് മാറി അങ്ങ് പോകൂലേ ദൈവത്തിന്റെ സ്വത്രം. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക്, അത് വിശ്വസിക്കുന്നവർക്ക്, ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവരുടെ അകത്ത് ഒരു ശക്തി അങ്ങ് ഇറങ്ങും. അപ്പോൾ തന്നെ ഹല്ലേലൂയ. ഈ വചനത്തിനകത്തുള്ള ജീവൻ അങ്ങ് ഇറങ്ങും, വചനത്തിനകത്തുള്ള ശക്തി ഇറങ്ങും. വചനത്തിന്റെ ശക്തി ഇറങ്ങിയാൽ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ ഉടയും. വചനത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. നൊടി നേരം കൊണ്ട് ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെല്ലാം കത്തി എരിഞ്ഞ് അവർ, കാരണം വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തിയുണ്ട്, വചനത്തിന് വേഗത്തിൽ ഓടി സഞ്ചരിക്കാൻ ശക്തിയുണ്ട്, വചനത്തിന് കാര്യം സാധിച്ച് മടക്കി കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്, വചനം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, വചനം ബന്ധനങ്ങളെ ഉടയ്ക്കുന്നതാണ്, വചനം കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്, വചനം പാവിക്ക് മാനസാന്തരം കൊടുക്കുന്നതാണ്. ഏത് പാവിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന വചനത്തിലൂടെ മാത്രമേ പറ്റൂ. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താനോ ഒരു വ്യക്തിയെ ദൈവഭാഗത്ത് കൊണ്ടുവരാനോ പറ്റുന്നത് വചനം മാത്രമാണ്. വചനത്തിനെ ഒരാളെ രക്ഷിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. വചനം ജീവനാണ്, വചനം ദൈവമാണ്, ദൈവമാണ് വചനം, വചനമാണ് ദൈവം. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തി വചനം കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നത്. വചനം അകത്തിറങ്ങുന്നത് ഒരു വ്യക്തിയുടെ അകത്ത് മാനസാന്തരത്തിന് വേണ്ടി വചനം അകത്തിറങ്ങി വേണം ഒരു വ്യക്തിയെ രക്ഷിക്കാൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കും ഒരു വ്യക്തിയെ 100 പ്രാവശ്യം അവരെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവർ രക്ഷപ്പെടത്തില്ല. പക്ഷെ കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, അവർ രക്ഷപ്പെടും. അവർ കർത്താവിനെ കണ്ടുമുട്ടും. കർത്താവ് ഒന്ന് ആകർഷിച്ചാൽ മതി, കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, കർത്താവ് ഒന്ന് പിടിച്ചാൽ മതി, കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, കർത്താവിന്റെ വചനം അയച്ചാൽ മതി, കർത്താവ് ഒന്ന് ഊതിയാൽ മതി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ രക്ഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് എല്ലാവരും രക്ഷിക്കാൻ ശക്തിയുണ്ട്. ദൈവം മാത്രം സർവശക്തൻ. അപ്പോ ആ സർവശക്തനാകുന്ന ദൈവം തിരഞ്ഞെടുക്കുന്നത് സ്വതന്ത്രം ഒന്നുമല്ലാത്ത ഏതുമല്ലാത്തവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നവർക്ക് ഈ വചനം ശക്തിയായിട്ട് അങ്ങ് ഇറങ്ങും. അവർ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? വചനം കേട്ട് രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? വചനം കേട്ട് മാനസാന്തരപ്പെടും. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? വചനം കേട്ട് സ്നാനപ്പെടും. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യും? വചനം കേട്ട് അഭിഷേകം പ്രാപിക്കും. കണ്ടോ? ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ പാതയിൽ നടക്കും. ഒരുപാട് എതിരാളികൾ നമ്മുടെ കൂടെ അടുത്ത് വരും. നീയും തുടങ്ങിയോ, കൈയടിച്ച് പാടാനായിട്ട് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് പലരും പല അഭിപ്രായം വരും. പക്ഷെ വിശ്വസിക്കുന്നവരെ ഇതിനകത്തുനിന്ന് പൊട്ടിച്ച് മാറ്റാൻ പറ്റത്തില്ല. സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ചർച്ചിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് പണ്ട് മുതൽ ഇതുവരെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. എന്തിനെല്ലാം അവസരം കൊടുത്തു? രക്ഷിക്കപ്പെടാൻ അവസരം കൊടുത്തിട്ടുണ്ട്, മനസ്സാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടുണ്ട്, സ്നാനപ്പെടാൻ അവസരം കൊടുത്തിട്ടുണ്ട്, അഭിഷേകം പ്രാപിക്കാനൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവണ സ്നാനത്തിന്റെ സമയങ്ങൾ, അവസരങ്ങൾ നമ്മുടെ ചർച്ചിനകത്ത് ഒരുപാട് തവണ എത്ര തവണ സ്നാനപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അനേകർ ഈ സ്നാനത്തെ അവോയ്ഡ് ചെയ്തു, ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. എനിക്ക് അവരെ കുറിച്ച് വേദനയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഒരു 4 വിരൽ നീളമേ ആയുസുള്ളൂ. അത് എപ്പോൾ വേണോ വിളിക്കാൻ പോകാം. പക്ഷെ യുഗായുഗമുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഈ ഭൂമിയിലെ ഈ 4 വിരൽ നീളം ഈ മനുഷ്യനെ നോക്കി, ലോകത്തെ നോക്കി, നാട്ടുകാരെ നോക്കി, ബന്ധുക്കളെ നോക്കി, അയൽക്കാരെ നോക്കി രക്ഷിക്കാൻ പറ്റാത്ത അവരെ മൂക്കിൽ ശ്വാസമുള്ളവരെ വിട്ടൊഴിയാനാണ് യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അവസാന വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അവസാന വാക്യം വായിച്ചേ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ അവന് എന്ത് വില മതിപ്പാൻ, അവൻ ഒരു വിലയും മതിപ്പാനില്ല. അപ്പൊ മനുഷ്യനെ പേടിച്ച്, ലോകത്തെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, മറ്റ് സഭക്കാരെ പേടിച്ച് അവരെന്ത് പറയും? അവരെ കണ്ട എന്ത് ചിന്തിക്കും? അയ്യോ, ഇനി എനിക്കൊരു നന്മ കിട്ടുകയില്ലല്ലോ. അവിടെ നന്മ തരുന്ന ആരാ സഹോദരങ്ങൾ? ദൈവം തരുന്നത്. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ. ദൈവം നമുക്ക് വേണ്ടി ഒരു നന്മ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം അടച്ചാൽ സ്വതന്ത്രം. നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു നന്മ കിട്ടിയെന്ന് വെച്ചോ, ഒരു പള്ളിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വെച്ചോ. യേശു ഒരു വാതിൽ തുറന്നാൽ ഒരു പള്ളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ദൈവം തരുന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. നമ്മുടെ ഇവിടെ എത്ര പേർക്ക് കേട്ടാവൂ ഉപജീവനം കൊടുത്തു? എന്താ കാര്യം? ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ സാക്ഷ്യം കേട്ടില്ലേ? ഒന്നുമില്ല, ദൈവം കൊടുത്തതാ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഒരു വഴി തുറന്നാൽ, മനുഷ്യന്റെ വഴിയല്ല അവിടെ, ദൈവം ഒരു വഴി തുറന്നാൽ, ഓ ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു വഴി ഒരു മനുഷ്യന് വേണ്ടി തുറന്നാൽ അതിനെ അടച്ചു കളയാൻ ആർക്ക് ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് കഴിയത്തില്ല. കഴിഞ്ഞ നാളുകളിലെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് സഭാരാധനയ്ക്ക് സാക്ഷ്യം കേട്ടതാണ് നിങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ഈ ലോകത്തിന്റെ സ്തോത്രം ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല, അടയ്ക്കാൻ കഴിയത്തില്ല. യേശുവാണ് നമുക്ക് വാതിൽ തുറന്നതെങ്കിൽ അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ അടയ്ക്കാനും തുറക്കാനും പറ്റൂ. ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സകലതും ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം അറിയാതെ ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുന്ന അനേകർക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും അവർ ഉപയോഗിക്കാതെ അവരൊന്ന് വായിച്ചേ. ക്രൂശിന്റെ വചനം നേരത്തെ പറഞ്ഞ വാക്യം വായിച്ചേ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. കാരണം എന്തെന്നറിയാമോ? അവരെ കണ്ട് നമ്മൾ അയ്യോ ഇങ്ങനെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമ്മൾ രക്ഷപ്പെടും, മാനസാന്തരപ്പെടാൻ വിടും. സ്നാനപ്പെടുന്ന ഒരു അവസരം നമുക്ക് കിട്ടുമ്പോൾ വിട്ട്
കളയും. സ്നാനപ്പെടാതെ കിട്ടുന്ന അവസരം എന്ത് ചെയ്തറിയുമോ? വീട്ടുകാർ നോക്കി, നാട്ടുകാർ നോക്കി, അവരെ നോക്കി, ഇവരെ നോക്കി എല്ലാം കളഞ്ഞു കുളിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ മനുഷ്യനെ നോക്കിയാണ് ഇതെല്ലാം കളയുന്നത്. ലോകത്തെ നോക്കി, മനുഷ്യന്റെ ലോകത്തിലുള്ള വേല നോക്കി ഇതെല്ലാം കളയും. അവസാനമാകുമ്പോ സ്വന്തം നോക്കിയേ, ഞാൻ പറയാം, ഈ ലോകത്തിൽ നമുക്ക് ജോലി ആവശ്യമാണ്. നല്ല നിലകളിലെത്തട്ടെ, എല്ലാവരും നല്ല നിലയിലെത്തട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാലത് മനസ്സിലാവൂ. ഈ ലോകത്തിൽ നന്മ വേണ്ടെന്നല്ല, നന്മ വേണം. ഉയർച്ച ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും വളർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വളർച്ച ഉണ്ടാകട്ടെ. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ലോകം യേശുവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാതെ, അനുഭവിക്കാതെ, ക്രിസ്തുവിന്റെ ജീവനിലൂടെ ജീവിക്കാതെ, വചനത്തിലൂടെ ജീവിക്കാതെ, ഈ ലോകത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്ന ഒരു ജോലി വെറും 55 വയസ്സ് വരെ. എത്ര വയസ്സ് വരെ? നമ്മൾ നല്ല പ്രായം മുഴുവൻ ആ സർട്ടിഫിക്കറ്റ് ജോലി കിട്ടും. പക്ഷേ ഇവിടം വിട്ടു പോകുമ്പോൾ നമ്മുടെ ശക്തിയും പോകും, നമ്മുടെ ബലവും പോകും, നമ്മുടെ ആരോഗ്യം ഇവിടെ വെച്ചേ തിരിച്ചെടുക്കും. ഈ ലോകം നമ്മൾ ആരോഗ്യം എടുക്കും, നമ്മുടെ ശക്തി എടുക്കും, നമ്മുടെ യുവത്വം എടുക്കും, നമ്മുടെ കൊച്ചു പ്രായത്തിലുള്ള ബലം എടുക്കും, നമ്മുടെ യൗവന പ്രായത്തിലുള്ള ആരോഗ്യം എടുക്കും, നമ്മുടെ കാഴ്ച തിരിച്ചെടുക്കും, നമ്മുടെ ആരോഗ്യവും ബലവും ശക്തിയും തിരിച്ചെടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അവസാന ഘട്ടങ്ങൾ കേട്ടോ, നടക്കുന്ന നടപ്പ് പോലും അനേകരുടെ തിരിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ ഈ ലോകം തരുന്നത്. ലോകത്തിലുള്ളതെല്ലാം തീരും. ഇത് കഴിഞ്ഞിട്ട് ഈ 55 വയസ്സിന് വേണ്ടി നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടാതിരുന്നാൽ, അല്ലെങ്കിൽ 85, 90, 100 വയസ്സ് ഇവിടെ ജീവിച്ച ആൾക്കാരുടെ പേരും പ്രശസ്തിയും കിട്ടി ഇവിടെ നമ്മൾ ജീവിച്ചിട്ട് ദൈവത്തിനെ കണ്ടുമുട്ടി സ്നാനപ്പെട്ട് അപ്പനോട് ചേർന്ന് ജീവിക്കാതെ ഇവിടെ വിട്ട് അങ്ങ് പോയാൽ പിന്നെ ഈ 45, 55, 75 കൊണ്ട് തീരുന്ന ഒരു യുഗമല്ല, യുഗമാണ് അവിടുത്തെ ജീവിതം. അപ്പൊ നമുക്കിവിടെ എന്തുണ്ടാകട്ടെ, എന്തില്ലാകട്ടെ, തൻ്റെ മക്കൾക്ക് സ്വന്തം അപ്പനും അമ്മയും കരുതാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ മക്കൾക്ക് എത്ര അധികമാണ് ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കും. അതത് സമയത്ത് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്ന് അനേകർ ദൈവം തരുന്ന അവസരങ്ങളെ പാഴാക്കി, നമ്മുടെ സമയം അനേകര് അവസരം പാഴാക്കി പിന്നത്തേതിൽ കരഞ്ഞവരുമുണ്ട്. പിന്നത്തേതിൽ സ്തോത്രം അവസാനം അടുത്ത സ്നാനത്തിന് ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയവരുണ്ട്. പക്ഷെ അവസരം കിട്ടിപ്പോയി. അവസരം പോയി. കിട്ടിയ അവസരം എന്ത് ചെയ്തില്ല? ഉപയോഗിച്ചു. 2-3 തവണ അവസരം കൊടുത്തു. ലാസ്റ്റിൽ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ അടുത്ത തവണ സിസ്റ്റർ എന്നോട് പറയണം. പോയി, കിട്ടിയില്ല. എനിക്ക് എൻ്റെ വേദന ഞാൻ ചിന്തിക്കുമ്പോൾ അത് വേദനയ്ക്ക്. കാരണം എന്താ പറയുക, വേറെ അത്രയ്ക്ക് വിലയാണ് രക്ഷയ്ക്കും മാനസാന്തരത്തിൻ്റെ സ്ഥാനത്തിനൊക്കെ ഉള്ളത്. ഇത് തിരിച്ചറിയാതെ നമ്മൾ ഇത് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇവിടുത്തെ ഇതാണൊരു ലോകമില്ല. ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. യേശുവിൻ്റെ രാജ്യമുണ്ട്, നിത്യതയുണ്ട് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അവിടെ നമുക്ക് അങ്ങോട്ട് ആ ഡോർ തുറന്ന് അങ്ങ് കിട്ടണമെങ്കിൽ കർത്താവിലൂടെ ജീവിച്ചാലേ ഉള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളെ തെരഞ്ഞെടുക്കുന്നത് നമ്മളെ മിടുക്കോ പദവിയോ കഴിവോ ഒന്നും കണ്ടിട്ടല്ല. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല, രക്ഷ ഇഷ്ടപ്പെടത്തില്ല, മാനസാന്തരം ഇഷ്ടപ്പെടത്തില്ല, സ്നാനം ഇഷ്ടപ്പെടത്തില്ല, അഭിഷേകം ഇഷ്ടപ്പെടത്തില്ല, കയ്യടി പാട്ടും ആരാധനയോ എന്തോന്ന് സ്തോത്രം, എന്തോന്ന് സ്തുതി, അവർക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് കണ്ടിരിക്കുന്ന മക്കൾ ആരാധിക്കും, വിടുവിക്കപ്പെടും. ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. പ്രതികൂലം ഇല്ലെന്നല്ല, പ്രശ്നം ഇല്ലെന്നല്ല, അവയുടെ നടുവിലും അവർ പറയില്ല, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി, ഇനി ഞാൻ ജീവിച്ചാലും മരിച്ചാലും ആ യേശുവിനായി ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തിരിയത്തില്ല. ഏതൊക്കെ സാഹചര്യത്തിൽ പോകുമ്പോഴോ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വീണ്ടും കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് വായിച്ചേ അടുത്ത വാക്യം. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. കണ്ടോ, ബുദ്ധിമാന്മാരുടെ ബുദ്ധി മുഴുവൻ ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനികൾ എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട്. കണ്ടോ, ലോകത്തിലെ ജ്ഞാനം കൊണ്ട് യേശുവിനെ അറിയാൻ പറ്റത്തില്ല. ലോകജ്ഞാനമുള്ളൊരു വ്യക്തി യേശുവിനെ അറിയാൻ പറ്റത്തില്ല ആ ജ്ഞാനത്തിന് കൊണ്ട്. ഹല്ലേലൂയ. അടുത്ത വരി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കണ്ടോ, വചനത്തിലൂടെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അല്ല, നമ്മളെ കൊണ്ട് ആരെയും നേരെയാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരെയും ദൈവത്തിന് യേശുപ്പച്ചൻ നമ്മളകത്തൊന്ന് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് യേശു വന്ന് പഴയ ആളേ അല്ല സഹോദരങ്ങളെ. നമ്മുടെ വാക്കും പ്രവൃത്തിയും സംസാരവും നോട്ടവും ചിന്തയും എല്ലാം
മാറി 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 ഒരു ദിവസം യേശുവിനെ പോലെ രൂപാന്തരപ്പെട്ട കയറി പോകും. ഓ, ഇതുപോലെയാണ് ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലാക്കിയത്. പക്ഷെ മനുഷ്യൻ അനേകരെ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരു മൃഗതുല്യമായി ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യൻ കാണാത്ത, ഒരു താഴ്മയില്ലാത്ത, ഒരു മനസ്സലിവില്ലാത്ത, ഒരു കരുണയില്ലാത്ത, ഒരു ക്ഷമയില്ലാത്ത, ഞാനെന്ന ഭാവമുള്ള, പിന്നെ മറ്റൊരാളിനെ ശ്രേഷ്ഠരായി കാണാത്ത, നമ്മെ എന്തെങ്കിലും നേരത്തെ കേട്ട നമ്മ എന്തെങ്കിലും പറയുന്നവരെ തിരിച്ച് 100 കൊടുക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്തോത്രം, യേശു നമ്മളകത്ത് വന്നപ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ കുഞ്ഞാട് യേശു ക്രിസ്തു എങ്ങനെയിരുന്നേ? മിണ്ടാതിരുന്നില്ലേ? ഇന്ന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും നമുക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടോ? കാര്യമൊന്നും മിണ്ടാൻ പറ്റുന്ന കാര്യം നമ്മളാ കഴിവൊന്നും എടുക്കൊന്നും അല്ല. ഈ ശക്തിയോടെ ജ്വലിച്ചു നിന്ന ഈ ലോക മനുഷ്യൻ ജഡികനെ കർത്താവാകുന്ന യേശു ക്രിസ്തു അകത്ത് വന്ന് അതിനെ മെരുക്കി തകർത്ത് യേശുപ്പച്ചൻ ആ ഭാഗത്ത് നിറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത്. അല്ലാതെ വേറെ ഒന്നും അല്ല. നമ്മുടെ മിടുക്കോ കഴിവൊന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ പറയാൻ പറ്റുന്നില്ല, അവരോടൊന്നും അവരെ മോശമായിട്ട് കാണാൻ പറ്റുന്നില്ല. അവരെന്ത് പറഞ്ഞാലും അവരോട് വിരോധം കാണിക്കാൻ പറ്റുന്നില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും വീണ്ടും നമ്മൾ അവരെ വീട്ടിൽ പോകുന്നു, വീണ്ടും നമ്മൾ അവരോട് സംസാരിക്കുന്നു, വീണ്ടും നമ്മൾ അവരോട് ഇടപെടുന്നു. കാരണം എന്താ? ഇപ്പോൾ നമ്മളല്ല. അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ആ പറച്ച കുറ്റത്ത് നമ്മൾ കാല് വെക്കൂലെന്ന് പറഞ്ഞാൽ വെക്കൂല. പക്ഷെ യേശു വന്നപ്പോൾ അങ്ങനല്ല. യേശു വന്നപ്പോൾ വെക്കൂല എന്ന് പറഞ്ഞിടല്ല വെക്കാൻ തുടങ്ങി. കാരണം എന്താ? യേശു അങ്ങനെയാണ് യേശുവിൻ്റെ സ്വഭാവം. അപ്പോൾ യേശു നമ്മളകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള നമ്മൾ പോകും. നമ്മളിൽ ഞാനെന്ന ഒരു വിഗ്രഹം പൊങ്ങിയിരിപ്പുണ്ട്. അതാണ് നമ്മൾ എന്തോ ആണെന്നുള്ള ചിന്ത. പക്ഷെ നമ്മളിൽ യേശു വന്നാൽ ഞാനൊന്നുമല്ലേ കർത്താവേ, എല്ലാം അങ്ങാണം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശത്രുവിനോട് നമുക്ക് ഒരു സ്നേഹവും ഒരു അലിവും വരും. ദൈവമേ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണേ കർത്താവെ, അവരെ രക്ഷിക്കണേ, അവർ നിത്യനരകത്തിനകത്തോട്ട് പോകരുതേ, അവർ സത്യം തിരിച്ചറിയിക്കണമേ എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നാൻ കാരണം നമ്മുടെ കഴിവോ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മിടുക്കമൊന്നുമല്ല. പിന്നെ എന്തോന്നാ? ആ സ്വർഗീയ രാജാവാകുന്ന യേശു ക്രിസ്തു നമ്മുടെ അകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് ഇറങ്ങി നമ്മുടെ സ്വഭാവത്തെ തകർത്തത് കൊണ്ടാണ് ഇപ്പൊ ആരെ പറ്റിയെങ്കിലും മക്കളെ പറ്റിയോ, മരുമക്കളെ പറ്റിയോ, ചെറുമക്കളെ പറ്റിയോ, നാട്ടുകാരെ പറ്റിയോ, വീട്ടുകാരെ പറ്റിയോ, അയലോക്കത്ത് എവിടെയെങ്കിലും നിന്ന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ പറ്റാത്ത? യേശുവിൽ അതില്ല. അതാ പറഞ്ഞേ, യേശുവിൽ അതില്ല. ദൈവത്തിൽ ആരെ കുറ്റം പറയാൻ യേശു ആരെ കുറ്റം പറയാൻ പോകുന്നില്ല. സ്വത്രം നോണ പറഞ്ഞുണ്ടാക്കുന്ന ആളല്ലാരെ? യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കഴിവൊന്നും എന്തോന്നാണ്? 5 കിട്ടിയാൽ 15 കൂടെ ഇട്ട് 25 അല്ലെങ്കിൽ 20 നമ്മൾ നോട്ടീസ് ഒട്ടിക്കും. അതാണ് നമ്മുടെ കഴിവ്. പിന്നെ ചെയ്തില്ലെങ്കിൽ ചെയ്തെന്ന് തെളിവ് സ്ഥാപിക്കും നമ്മൾ, അല്ലേ? നമ്മൾ എന്തോ ആണെന്ന് നമ്മൾ മറ്റുള്ളവരെ വെളിപ്പെടുത്തും. നമ്മളെ കാണിക്കാൻ, നമുക്കുള്ളതിനെ കാണിക്കാനൊരു ദാഹമായിരിക്കും. പക്ഷെ യേശു വന്നാൽ അങ്ങനെയല്ല, നമ്മളൊഴിയും. ജീസസ്, ഹല്ലേലൂയ. അതാണ് ആളിൻ്റെ വ്യത്യാസം. ആളിന് വ്യത്യാസം വരും. വ്യത്യാസമില്ല. നമ്മൾ എന്തൊക്കെ ചാടിയാലും, എന്തൊക്കെ തുള്ളിയാലും, എവിടെയൊക്കെ തലോത്തനം പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. പക്ഷെ ആളിന് വ്യത്യാസം ഞാൻ പറയാം. അത് സത്യത്തിൻ്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നതുകൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. അത് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും മാറ്റിയെടുക്കാൻ പറ്റുന്ന മാറ്റമേ അല്ല. അത് യേശുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് യേശു മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടെ മുഴുവൻ മഹത്വം ആർക്ക് പോകും? യേശു ക്രിസ്തുവിന് പോകും. അപ്പോൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുന്നത് പ്രസംഗത്താലാണ്. വായിച്ചെടുത്ത വരി. യഹൂദന്മാർ അടയാളം ചോദിക്കേ. ഒരു കൂട്ടർക്ക് അടയാളം വേണം. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നവരാണ് ആര്? യഹൂദന്മാർ. അടുത്ത് യവനന്മാർ ജ്ഞാനമാണ് അന്വേഷിക്കുന്നത്. അടുത്ത് ഞങ്ങളോ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ കുറച്ചു പേർക്ക് 2 ആഴം കിട്ടിയത് എന്തോ ഒരു പ്രസംഗമായിരുന്നില്ലെന്ന് പറയുന്നു. 2 പുതിയ അറിവ് കിട്ടിയാൽ മതി. ഇന്ന് ഭയങ്കര വചന ആഴമായിരുന്നു. വചന വെളിപ്പാട് നമുക്ക് വേണം. വചന വെളിപ്പാടിലേക്ക് പോക്കാണ്. നമ്മൾ വീണു പോകും. ദൈവത്തിന് സ്തോത്രം. വചനം നമുക്ക് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വചനം വെളിപ്പെട്ട് കിട്ടാൻ ഓരോ തവണ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വചന വെളിപ്പാട് നമുക്ക് വേണം. പക്ഷേ ഇപ്പോൾ വചന വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങളെ അകത്ത് ഇറങ്ങി ചെന്ന് കണ്ടിട്ട് വന്ന് പറയുന്നതല്ല വചന വെളിപ്പാട്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ളതിനെ കാണുന്നതാണ് വചന വെളിപ്പാട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് ഈ ലോകത്തിലുള്ള ഭൗതിക നന്മകൾ കണ്ട് പറയുന്നതല്ല വചന വെളിപ്പാട്. വചന വെളിപ്പാട് യേശുവിലുള്ള ആ സമ്പത്തിനെ തിരിച്ചറിയിപ്പിക്കുന്നതാണ് വചന വെളിപ്പാട്. യേശുവിന്റെ സ്വഭാവത്തിന്റെ ആ ക്രിസ്തു യേശുവിലുള്ളതിനെ വെളിപ്പെടുന്നത്. ക്രിസ്തു യേശു എങ്ങനെ ആയിരുന്നു, ആ യേശു എങ്ങനെ സംസാരിച്ചു, അപ്പച്ചനാണെങ്കിൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു, യേശു ആണെങ്കിൽ എങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ.
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. ഞങ്ങളോ കണ്ടോ ഒരു കൂട്ടം പറഞ്ഞ അടയാളം കിട്ടിയാൽ മതി, ഒരു ആഴം കിട്ടി, എന്തെങ്കിലും ഒരു ആഴം കിട്ടിയെങ്കിൽ, എന്തെങ്കിലും ഒരു പുതിയത്, എനിക്ക് അറിവില്ലാത്ത ഒരു അറിവ് കിട്ടിയെങ്കിൽ, ഇതൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അറിവ് കിട്ടിയിട്ടൊന്നും പ്രയോജനമില്ല. യേശുവിനെ നമുക്ക് വെളിപ്പെടില്ലെങ്കിൽ അറിവ് കിട്ടിയിട്ടും പ്രയോജനമില്ല. എന്തൊക്കെ കിട്ടിയാലും ഒരു പ്രയോജനമില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതല്ലേ നമുക്ക് ലഭിക്കുന്ന അവസരം മുഴുവൻ ദൈവത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് 32-ാം വാക്യം പറയുകയാണ്, നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ, യേശുവിന്റെ വചനം തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും? വായിച്ചേ 32. സത്യം അറിയുകയും യേശു ആകുന്ന സത്യം നിങ്ങൾ അറിയുകയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. വചനം എന്ന സത്യം എന്നെ എവിടെ നിന്നൊക്കെ പൊട്ടിക്കണം അവിടെ നിന്നെല്ലാം പൊട്ടിക്കും. പാപത്തിൽ നിന്ന് പൊട്ടിക്കും, രോഗത്തിൽ നിന്ന് പൊട്ടിക്കും, പാരമ്പര്യത്തിൽ നിന്ന് പൊട്ടിക്കും, ഇരുട്ടിൽ നിന്ന് പൊട്ടിക്കും. രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിൽ രക്ഷയിലേക്ക് കൊണ്ടുവരും, സ്നാനപ്പെടാത്ത ആളാണെങ്കിൽ സ്നാനത്തിലേക്ക് ചോടിയിറങ്ങി എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ വീട്ടുകാരെല്ലാം എതിരായിരിക്കും. അവർ പറയില്ല, ആരൊക്കെ എന്നെ അടിച്ചിറക്കിയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ യേശുവിനോട് ചേരണം. ഹല്ലേലൂയ. കാരണം എൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു സന്ദർഭമുണ്ട്. അന്ന് ഈ സ്നാനത്തിന് വിലയുണ്ട്. യേശുവിനെ ഓടുകൂടെ ചേരാനാണ് സ്നാനം. പള്ളിയിൽ ചേരാനല്ല, ദേശത്തിൽ ചേരാനല്ല. കണ്ടോ? അപ്പോൾ സത്യം നിങ്ങൾ അറിയുക, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നമ്മളെ സ്വതന്ത്രമാക്കുന്നത് സത്യമാണ്, ദൈവവചനമാണ്, തിരുവചനം നമ്മൾ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം വരും. സത്യം നിങ്ങൾ അറിയാം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അടുത്ത വരി അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാൾ ദാസന്മാരായിരുന്നിട്ടില്ല. അവർ പറയുകയാണ്, ഞങ്ങൾ ആരെന്നറിയാമോ? അബ്രഹാമിന്റെ സന്തതിയാണ്, ആർക്കും ഒരിക്കലും ദാസന്മാരായിരിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. അടുത്ത് നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. പാപം ചെയ്യുന്നവരെല്ലാം ആരുടെ ദാസൻ? നമ്മൾ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ ദാസനാണ്. കള്ളം പറയുന്ന ഒരു വ്യക്തി കള്ളത്തിന്റെ ദാസനാണ്. മോഷ്ടിക്കുന്ന ഒരു വ്യക്തി മോഷണത്തിന്റെ ദാസൻ. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ഏതിനോട് തോൽക്കുന്നുവോ അതിന് നമ്മൾ അടിമ. അപ്പൊ യേശുപ്പച്ചൻ വന്ന ഇതൊന്നുമില്ല സ്നേഹിതനെ. അടുത്ത വരി വായിച്ചു. ദാസൻ എന്നേക്ക് വീട്ടിൽ വസിക്കുന്നില്ല. കണ്ടോ? എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ദാസൻ ഒരിക്കലും ദൈവത്തിന്റെ രാജ്യത്തിൽ വസിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വീട്ടിൽ വസിക്കാൻ പറ്റും. നമ്മളെല്ലാവരും വീടുകൾ നോക്കിയേ, നമ്മളെ മക്കൾ നമ്മളും വസിക്കൂലേ? ആണോ അല്ലേ? വീട്ടിൽ വസിക്കുന്ന ആരാ? മക്കൾ. ഒന്നുകൂടെ വായിച്ചേ വരി. ദാസൻ എന്നേക്ക് വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ എന്നേക്ക് വീട്ടിൽ വസിക്കുന്നില്ല. പുത്രനോ എന്നേക്ക് വസിക്കുന്നു. കണ്ടോ? പുത്രൻ എന്നേക്കും എന്ത് ചെയ്യും? ക്രിസ്തുവിൽ വസിക്കാൻ പറ്റുന്നത് പുത്രൻ മാത്രമേ ഉള്ളൂ. പുത്രനും പുത്രിക്കും. കണ്ടോ? ദാസന് വസിക്കാൻ പറ്റുമോ? പാപത്തിന്റെ ദാസന് വസിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത വരി വായിച്ചേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. പുത്രൻ ആരാ? പുത്രൻ യേശു. യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ ആരാണ്? സാക്ഷാൽ സ്വതന്ത്രം. എന്ന് പറഞ്ഞാൽ ഇനി ഒന്നിനും നമ്മുടെ മേൽ അധികാരമില്ല. പിശാചിന് അധികാരമുണ്ടോ? ദൈവത്തിന്റെ പുത്രന്മാരുടെ മേൽ പുത്രിമാരുടെ മേൽ പിശാചിന് അധികാരമുണ്ടോ സഹോദരങ്ങളെ? ഇല്ല, അധികാരമേ ഇല്ല. തൊടൂല. ദൈവമക്കളെ തൊടുത്തില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങളെ തൊടാൻ അനുവാദമില്ല അവനെ. ഹല്ലേലൂയ. തൊടാൻ അനുവാദം ഉണ്ടോ? ഒരു ദൈവത്തിന്റെ ഭക്തനെ തൊടാൻ അനുവാദം ഉണ്ടോ? ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുവിനായി ക്രിസ്തുവിൽ ജീവിക്കുന്ന, എവിടെ കിടക്കുന്നു? റോമർ 6:11 വാക്യം വായിക്കുമ്പോൾ 11:12 ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിനായി അവൻ ജീവിക്കുന്നു. സാത്താനായിട്ടല്ല, ലോകത്തിനായിട്ടല്ല, പാപത്തിനായിട്ടല്ല. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ആർക്കായി ജീവിക്കുന്നു? ദൈവത്തിനായി. അവനെ തൊടാൻ പിശാചിന് പറ്റുമോ? ഇല്ല സ്നേഹിതരെ, പറ്റത്തില്ല. അപ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. എന്തിൽ നിന്ന്? എല്ലാത്തിൽ നിന്ന് സ്വതന്ത്രൻ. പിന്നെ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിനകത്താണ്, ദൈവകൃപയ്ക്കകത്താണ്, ദൈവ സാന്നിധ്യത്തിനകത്താണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു അന്ധകാര ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റാത്തത്, ഇരുട്ടിന് തൊടാൻ പറ്റാത്തത്. അവൻ പലപ്പോഴും വന്ന് ഇരുന്ന് നോക്കി തകർക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ സാത്താന് തൊടാൻ പറ്റത്തില്ല. ഇന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിങ്ങൾ യേശുവിലാണോ? ഒരു ദുർഭൂതത്തിന് കടക്കാൻ പറ്റത്തില്ല. ഒരു ദുഷ്ടാത്മാവിന്, ഒരു മന്ത്രത്തിന്, പൂജയ്ക്കോ, ഒരു പാരമ്പര്യത്തിന് അവനാവാൻ ദേശത്ത് വരത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പുത്രൻ നിങ്ങൾ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ.
ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് സ്വതന്ത്രൻ, ശാപത്തിൽ നിന്ന് സ്വതന്ത്രൻ, പിശാചിന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ആരിലായി? യേശുവിനായി. ആർക്കായി ജീവിക്കുന്നു? ദൈവത്തിനായി ജീവിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ലോകത്തിനായി ജീവിച്ചു, മറ്റു പലതിനുമായി ജീവിച്ചു. എന്നാൽ യേശു അപ്പച്ചനെ കണ്ടുമുട്ടിയപ്പോൾ, യേശുവിനെ കിട്ടിയപ്പോൾ, ആ യേശുവിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ഇനി ലോകത്തിന് വേണ്ടിയല്ല, ഇനി ലോക മനുഷ്യന് വേണ്ടിയല്ല, ദൈവത്തിനായി. ഓ ഹല്ലേലൂയ. ഇനി കൊരിന്ത്യർ ലേഖനം അടുത്ത വാക്യം വായിച്ചേ. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും. ഒരു കൂട്ടന്മാർക്ക് സത്യവചനം തന്ന ഇടർച്ചയും പോഷത്വം. അടുത്ത വരി. പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവത്തിന്റെ ശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ദൈവത്തിന്റെ പോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയത് ദൈവത്തിന്റെ ബലഹീനത മനുഷ്യനേക്കാൾ ബലമേറിയതുമാണ്. ദൈവത്തിന്റെ ബലഹീനത മനുഷ്യനേക്കാൾ. ദൈവത്തിന്റെ ബലഹീനത എന്തെന്നാ? ഞാൻ ഇതെല്ലാം വചനമെല്ലാം നമ്മളിവിടെ ധ്യാനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ബലഹീനത എന്താണ് ദൈവത്തിന്റെ ബലഹീനത? ദൈവത്തിന്റെ ബലഹീനത എന്താണ്? ഒരു രീതിയിലും അപ്പനോട് അടുക്കാൻ പറ്റാത്ത എന്നെ രക്ഷിക്കാൻ നിന്നതാണ് ബലഹീനത. ലോകത്തിലുള്ള എല്ലാവരും തള്ളിയപ്പോഴും എന്നെ തള്ളാതെ അടുത്ത് നിന്നതാണ് ദൈവത്തിന്റെ ബലഹീനത. ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞപ്പോഴും, ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴും, ദൈവത്തെ വേദനിപ്പിച്ചപ്പോഴും എന്നെ വേദനിപ്പിക്കാതെ ഇറങ്ങി നിന്ന് അവസാനത്തുള്ള രക്തം വരെ തന്ന് എന്നെ വിലക്കി വാങ്ങിയതാണ് ദൈവത്തിന്റെ ബലഹീനത. നമ്മൾ ആർക്കെങ്കിലും ഇതുവരെ നിൽക്കില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അടുത്ത വരി. സഹോദരന്മാരെ നിങ്ങളെ വെളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തു അല്ലേ? പത്രോസിന് പഠിപ്പുണ്ടോ? ഭയങ്കര അങ്ങനെ ഡിഗ്രി ഉണ്ടോ? ഇല്ല. അയാളെ തിരഞ്ഞെടുത്തു. അയാളിലൂടെ എത്ര കഴിവും മിടുക്കും പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ രക്ഷിക്കപ്പെടുന്നത് കണ്ടോ. ഏതുമല്ലാത്തവനെ കർത്താവ് എടുത്ത് ക്രിസ്തു യേശു അങ്ങ് നിറഞ്ഞിട്ട് പത്രോസിനെ മറച്ചിരുത്തി. എന്നിട്ട് പത്രോസിനൊന്ന പഠിപ്പില്ലാത്തവന്റെ അകത്ത് സർവജ്ഞാനിയാകുന്ന ദൈവം അങ്ങോട്ട് ഇറങ്ങി വചനം പ്രസംഗിച്ചു. ജനം കണ്ടത് പത്രോസിനെ അല്ല, എന്ന് ദൈവത്തെ കണ്ടു. ജനം മുട്ടുമടക്കി പറഞ്ഞു, യേശുവേ എനിക്ക് അങ്ങ് ആവശ്യമാണ്. ഓ രക്ഷ പ്രാപിപ്പാ ഞങ്ങൾ എന്തു ചെയ്യണം? കണ്ടോ, ഇത് പറയാൻ കാരണം എന്താ? ആരിലൂടെയാ പ്രസംഗിച്ചത്? പത്രോസിലൂടെ. പത്രോസ് ആര്? ഒരു സാധാരണക്കാരനായ മീൻപിടുത്തക്കാരൻ. കണ്ടോ, ഏതുമല്ലാത്ത പത്രോസിനെ ദൈവം കയ്യിലെടുത്ത്, ദൈവം സർവശക്തനാകുന്ന ദൈവം അയാളുടെ അകത്ത് നിറഞ്ഞപ്പോൾ കണ്ടോ, ഈ ലോകത്തിലുള്ള ഒരു ജ്ഞാനം കൊണ്ട് ഒരു വ്യക്തിയെപ്പോഴും സ്വർഗത്തിലെത്തിക്കാൻ പറ്റില്ല. പിന്നെ ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത ഒരുവനെ, ഏതുമല്ലാത്തവനെ, ബലഹീനനായവനെ, ആരും അംഗീകരിക്കാത്തവനെ ദൈവം എടുത്തിട്ട് കർത്താവ് നിറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ IAS കാരും IPS കാരും ഒക്കെ മുട്ടുമടക്കിയെന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിലല്ല, അവനിലിരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ അയാൾക്ക് പഠിത്തമില്ല. പക്ഷെ പഠിപ്പുള്ളവരല്ല യേശുവിനെ കണ്ട ആരിലൂടെയാ? നിങ്ങൾ പറ. പഠിപ്പില്ലാത്ത പത്രോസിൽ സർവജ്ഞാനിയായ ദൈവം നിറഞ്ഞപ്പോൾ ഈ ലോകജ്ഞാനികളെന്ന് പറഞ്ഞ, അറിവ് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞ ലോകത്തിലെ ആയിരങ്ങൾ ഈ അപ്പോസ്തലന്റെ പ്രസംഗത്തിലൂടെ ആരെ കണ്ടുമുട്ടാനിടയായി? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഏതുമല്ലാത്തവൻ എന്ത് ചെയ്തു? നിന്റെ കഴിവല്ലട ദൈവത്തിന്റെ കഴിവ്. കണ്ടോ, അപ്പൊ ഈ മനുഷ്യനിൽ ദൈവം നിറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് വലിയ വലിയ ആൾക്കാരെല്ലാം ഈ മനുഷ്യനിലൂടെ എന്ത് ചെയ്തു? യേശുവിനെ പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആരുടെ അടുത്ത് വന്നു? പറ. ഈ മീൻ പിടിച്ചുകൊണ്ടിരുന്നില്ലേ? ആര് വന്നു? അങ്ങറ്റം വരെ പഠിക്കുന്നവരും പഠിപ്പുണ്ടായിട്ടാണോ? പിന്നെ അയാൾ ആരുണ്ടായിട്ട്? യേശു. നമ്മൾ യേശു വരുമ്പോൾ ഉള്ള മാറ്റം കണ്ടോ? അവൻ ഏതുമല്ലാത്ത മനുഷ്യനെ തിരഞ്ഞെടുത്ത് കർത്താവ് യേശു ക്രിസ്തു നിറഞ്ഞിട്ട് കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ എന്ത് ചെയ്യും? പകർന്നിട്ട് കർത്താവ് പറയും, മക്കളെ ഭൂമിയുടെ അറ്റം വരെ നീ എന്ത് ചെയ്യണം? എൻ്റെ സാക്ഷിയാകണം. അതാണ് യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 40-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 34
29, 30, 31 വായിച്ചേ. അവർ ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തി നൽകും. ക്ഷീണിച്ചിരിക്കുന്നവന് എന്റെ ദൈവം എന്ത് തരും? ശക്തി തരും. അടുത്ത് ബലമില്ലാത്തവരും ബലം വർദ്ധിപ്പിക്കുന്നു. കേട്ടോ, ക്ഷീണിച്ചിരിക്കുന്ന ആരുണ്ടെങ്കിലും ക്ഷീണമില്ലാത്ത ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു. അടുത്ത് ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. ഇനി ബലമുള്ള ഒരാളെ ഉള്ളതാരാ? യേശു ക്രിസ്തു കർത്താവ് നമുക്ക് ബലം വർദ്ധിപ്പിക്കും. അടുത്ത് ബാല്യക്കാർ ക്ഷീണിച്ചെന്ത് ചെയ്യും? തളർന്നു പോകും. അടുത്ത് യൗവനക്കാർ ഇടറി വീഴും. ഒരു മനുഷ്യനെ നോക്കിയാൽ അയാളുടെ നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ഏത് പ്രായമാണ്? പറ, നിങ്ങൾ പറ. വയസ്സാം കാലത്താണോ? 55 കഴിഞ്ഞിട്ടാണോ? അതോ 70 കഴിഞ്ഞിട്ടാണോ? എപ്പോ? അതോ 10 വയസ്സിലാണോ? അതോ 15-ലാണോ? പിന്നെ യൗവന പ്രായത്തിലാണ്. ഇവിടെ ബൈബിൾ പറയുന്നത് യൗവനക്കാർ എന്ത് ചെയ്യുന്നു? ഇടറി വീണെന്ന്. പക്ഷേ എന്നിട്ടും വയസ്സ് പ്രായ ഭേദമില്ലാതെ അടുത്ത വരി എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. യൗവനക്കാരെന്നല്ല, പിന്നെ ഏത് പ്രായമുള്ള ആളായിരുന്നാലും യഹോവയാണെങ്കിൽ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കും. നിങ്ങൾക്ക് മനസ്സിലായി? അവരുടെ അകത്ത് എന്തോന്ന് പറയും? എന്തോന്ന് പകരും ദൈവം? കാലം എന്തോന്ന് പറഞ്ഞ് അന്ന് എന്നെ വിളിച്ച ശക്തി എനിക്ക് ഈ വയസ്സ് എന്ന കാലത്ത് ഉണ്ട്. ആരോഗ്യമുണ്ട്, ബലമുണ്ട്. ഇന്നും ശത്രുവിന്റെ പദ്ധതികളെ ഉടയ്ക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. അന്നത്തെ പ്രാർത്ഥന, അന്നത്തെ ആരാധന, അന്നത്തെ ജീവിതം എനിക്ക് ഇന്നും ഉണ്ട്. കാലം പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. എന്താ കാര്യം? ഹല്ലേലൂയ. വിശ്വാസം കുറഞ്ഞില്ല, ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബാല്യക്കാർ ഇടറി വീഴും, യൗവനക്കാരും താഴ്ന്നു പോകും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്ന അപ്പാ, എനിക്ക് ആ ശക്തി വേണം, എനിക്ക് ആ കൃപ വേണം, എനിക്ക് ആ അഭിഷേകം വേണം. അപ്പൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അപ്പന്റെ മഹത്വമായി എനിക്ക് മാറണം. അപ്പന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അപ്പന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പ്രസാദിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്ന എന്നിലൂടെ വരണമെങ്കിൽ അങ്ങയുടെ ശക്തി വേണം. ഞാൻ തളർന്നിരിക്കുന്നപ്പാ, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നപ്പാ, എനിക്കൊരു ശക്തി വേണം. എങ്കിലും യഹോവയെ അപ്പനെ കാണാൻ, അപ്പന്റെ ശബ്ദം കേൾക്കാൻ, അപ്പന്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയെ പുതുക്കും. ഇന്ന് പകൽക്കാലം പുതുക്കത്തിന്റെ പകലാണ്. ഏതുമല്ലാത്ത നമ്മള് എന്റെ അപ്പച്ചൻ തെരഞ്ഞെടുത്ത്, എന്റെ അപ്പൻ തന്നെ അകത്തിറങ്ങി ക്രിസ്തു യേശുവിനെ നിറഞ്ഞ് നമ്മുടെ അകത്തിരിക്കുമ്പോൾ പൈതലെ ഇന്ന് പകൽക്കാലം നമ്മളോട് പറയാണ്, ശക്തിയെ പുതുക്കിക്കൊള്ളുക. എങ്കിലും എന്നെ കാത്തിരിക്കുന്നവർ, യഹോവയെ യേശുവിനെ കാത്തിരിക്കുന്നവർ തങ്ങളുടെ ശക്തി, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എങ്കിലും ഒന്നുകൂടെ വായിച്ച എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അടുത്ത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. എങ്ങനെയാണ് കയറുന്നത്? ആരെ പോലെയാണ് കയറുന്നത്? 85 വയസ്സായ ആളിനെ പോലെ കയറുന്നതാണ്. അതിന് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. എങ്ങനെ? കഴുകന്മാർ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ പറക്കുന്നതാണ്. ആര്? കഴുകനല്ലേ? അവിടെ കഴുകന്മാർ ഉയരം പറന്ന് നിന്നുകൊണ്ട് താഴെ നോക്കിയാൽ തനിക്ക് പലതിനെയും തൻ്റെ കാഴ്ച കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അവർക്ക് ദൈവം പകരുന്ന ശക്തി കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ശക്തിയാണ്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവയെ തകർക്കാൻ ശത്രു പലതും നോക്കും, പക്ഷേ അവരെ വീഴ്ത്താൻ കഴിയത്തില്ല. പിന്നെയോ ആഹാബിന്റെ രഥത്തിന് മുമ്പായി ഏലിയാവ് ഓടിയതുപോലെ ആഹാബിന്റെ രഥത്തിന് മുമ്പായി, അവന്റെ പദ്ധതികൾക്ക് മുമ്പായി, അവന്റെ തന്ത്രങ്ങൾക്ക് മുമ്പായി, അവന്റെ വിചാരങ്ങൾക്ക് മുമ്പായി ഏലിയാവ് എന്ന ഭക്തനെ ദൈവത്തിന്റെ ശക്തിയാൽ നിറച്ച് പോക ആഹാബിന്റെ മുമ്പേ, അവന്റെ രഥത്തിന്റെ മുമ്പേ. ഹല്ലേലൂയ. എന്റെ ദൈവം പറഞ്ഞു, മക്കളെ നിനക്കൊരു യാത്രയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആ ദൈവശക്തിയൊക്കെ പ്രാപിച്ചു കേട്ടോ. എന്നാൽ ആഹാബിന്റെ മുമ്പേ ഓടി. ചിലടത്തൊക്കെ അവനെ ഇരുത്തി കേട്ടോ, എന്റെ ദൈവം. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, രഥം പൂട്ടി ഓടുമ്പോൾ ഇത് ഏലിയാവ് അരമുറുക്കി ആഹാബിന്റെ മുമ്പേ. അതാണ് ദൈവം പകർന്ന ശക്തിയുടെ വില. ദൈവം പകർന്ന ശക്തി ലോകത്തിന്റെ സകല ഇരുട്ടിന്റെ ശക്തികളെ കീഴ്മേൽ മറിച്ചുകൊണ്ട് യേശുവിനെ കാത്തിരിക്കുന്ന പൈതൽ, ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. കാരണം അവരെ തിരഞ്ഞെടുത്തത്, അവർ ബലഹീനത കണ്ടിട്ട് തന്നെയാണ്. ഏതുമല്ലാത്തതിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രകൃത
ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, ശക്തിയെ യഹോവയെ കാത്തിരിക്കുന്നവർ, അനേകർ വീണ സ്ഥാനത്ത്, അനേകർ തളർന്ന സ്ഥാനത്ത്, കഴിവുകൊണ്ട് ഓടിയിട്ട് പറ്റിയില്ല, ശക്തി കൊണ്ട് ഓടിയിട്ട് പറ്റിയില്ല, ബലം കൊണ്ട് ഓടിയിട്ട് പറ്റിയില്ല, ആരോഗ്യം കൊണ്ട് ഓടിയിട്ട് പറ്റിയില്ല, അവിടെ എല്ലാം തകർന്നു പോയി. എന്നാൽ ദൈവത്തിന്റെ ശക്തിയിൽ ഓടാം. ദൈവത്തിന്റെ ശക്തിയിൽ നീ പറന്നാൽ ആ ചിറക് തളരത്തില്ല. ചില അന്ധകാര ശക്തികളെ ജീസസ് തകർത്തുകൊണ്ട് ആത്മാവിൽ ജയത്തോടെ. ഇന്ന് ഇതിനകത്ത് എത്ര പേര് കാത്തിരിക്കുന്നവരുണ്ട്? കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? അപ്പ എനിക്ക് നാളമുണ്ട് എന്റെ അപ്പനായി നിൽക്കാൻ. അപ്പ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ അപ്പനായിട്ട് നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ അപ്പന്റെ കൃപയിൽ നിറഞ്ഞ് അപ്പനായിട്ട് നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പ എന്റെ മേൽ ശക്തിയെ പകരണമെന്ന് ദാഹിക്കുന്ന എത്ര പേര് തിരിപ്പുണ്ട്? ആഗ്രഹത്തോടെ നീ പറയുകയാണെങ്കിൽ ആ ദാഹിക്കുന്നവനെ, കാത്തിരിക്കുന്നവനെ ശക്തിയാൽ നിറയ്ക്കുവാൻ യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വാഗ്ദത്തം വലുത്, വാഗ്ദത്തം വലുത്. നിങ്ങളോ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഓ, നിങ്ങൾ വചനം പ്രസംഗിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന, ദാഹിക്കുന്ന, ദാഹമുള്ളവൻ, ദാഹമുള്ളവൻ, ദാഹമുള്ളവനെ, ദാഹമുള്ളവനെ, ആഗ്രഹിക്കുന്നവനെ, കാത്തിരിക്കുന്നവനെ, ഇഷ്ടമുള്ളവനെ എന്റെ അപ്പനാൽ നിറയണ്ട. ഓ, കൃപ, 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 കൃപ. ഹല്ലേലൂയ. ഏതുമല്ലാത്തവന്റെ അരമുറുക്കി ആഹാവിന്റെ മുമ്പേ ഓടാൻ ശക്തിപ്പെടുത്തിയവൻ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, 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 പുതുക്കും. ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. ഓ, പുതുക്കി. പഴയതല്ല, പഴയതല്ല, പഴയതല്ല. ആമേൻ, 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 ആമേൻ. അവൻ സ്തോത്രം. നോക്കുമ്പോൾ കഴിവുള്ളവർ, മിടുക്കുള്ളവർ, ആരോഗ്യമുള്ളവർ തളർന്നു വീഴും. പക്ഷേ കർത്താവിനെ കാത്തിരിക്കുന്ന പ്രായഭേദമില്ലാത്തവർ ചിറകടിച്ച്, 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 ചിറകടിച്ച്. ദൈവത്തിന് സ്തോത്രം. അവൻ ക്ഷീണിക്കാൻ അവരെ വിടത്തില്ല, അവരെ തളർന്നു പോകാൻ വിടത്തില്ല. ഹല്ലേലൂയ. ഒന്ന് അവര് പറക്കും, പറന്ന് കയറും, പറന്ന് കയറും. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ദൈവഹിതപ്രകാരം ക്രിസ്തുവിൽ അവര് ആത്മാവിൽ നിറഞ്ഞ് പറന്നുയരും. അവരെ കീഴടക്കിയ സകലത്തെയും തകർത്ത് കീഴ്മേൽ മറിച്ചുകൊണ്ട് അവർക്ക് തൊടാൻ പറ്റാത്ത രീതിയിൽ ആത്മാവിന്റെ നിറവോടെ നീ സ്തോത്രം, 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 സ്തോത്രം. ഓ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൈതലെ, നിന്റെ ദൈവം കണ്ടിരിക്കുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ദൈവം ഒന്നാമത് കണ്ടിരിക്കുന്നു. രണ്ട്, നിന്റെ ദേശത്തിനകത്ത് നിന്നെ കണ്ടിരിക്കുന്നു. ആമേൻ. നീ എവിടെ പോയാലും അവിടെ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഓ, ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. ദാനിയേൽ പോയെടുത്തെല്ലാം ദാനിയേലിനോടൊപ്പം ദൈവം കൃതാർത്ഥനായി. യോസഫ് പോയെടുത്തെല്ലാം കണ്ടിരിക്കുന്നു, ഭവനത്തിൽ കണ്ടിരിക്കുന്നു, നീ പോകുന്നിടത്ത് കണ്ടിരിക്കുന്നു, നീ വരുന്നിടത്ത് കണ്ടിരിക്കുന്നു. നീ എവിടെ പോയാലും എന്റെ ദൈവത്തിന്റെ ആളാക്കി നിന്നെ കണ്ടു. ദേശത്ത് നിഷ്കളങ്കന്, നേരുള്ളവന്, ദോഷം വിട്ട് അകന്നവന്, ദൈവഭക്തനുമെന്ന് ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറഞ്ഞതുപോലെ വീട്ടിനകത്തിറങ്ങി. ഓ, സ്തോത്രം. കൊർന്നല്യോസിനോട് ദൂതൻ സംസാരിച്ചു, നീ യോപ്പയിലേക്ക് ആളയച്ച് ഇതാ ഇതാ പത്രോസിനെ കൊണ്ടുപോവാ. പത്രോസ് ഇന്നടുത്ത് താമസിക്കുന്നു. അഡ്രസ് കൊടുത്തൊരു ദൈവം. നീ ലോകത്തിൻ്റെതായിരുന്നു, നീ പിശാചിൻ്റെതായിരുന്നു, നീ മനുഷ്യൻ്റെതായിരുന്നു. എന്നാൽ നീ ഏതുമല്ലാത്ത നിന്നെ കർത്താവ് തിരഞ്ഞെടുത്ത് അപ്പനങ്ങ് നിറഞ്ഞ് നിന്നെ നിന്റെ വീട്ടിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് എന്റെ അപ്പന്റെ സ്വന്തമാക്കി വേർതിരിച്ചു വച്ചിരിക്കുക. ആമേൻ, 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 ആമേൻ. വേർതിരിച്ചു വച്ചിരിക്കുക, വേർതിരിച്ചു വച്ചിരിക്കുക. കണ്ണിന്മേൽ വിളക്കാക്കി വെച്ചിരിക്കുന്നു, മലമേലിരിക്കുന്ന പട്ടണമാക്കി വെച്ചിരിക്കുന്നു. ആ വെളിച്ചത്തിൽ യേശുവിനെ കാണും. നിന്റെ ദേശത്തിലുള്ളവർ ആ വെളിച്ചത്തിൽ യേശുവിനെ കാണും.
എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എനിക്ക് ശക്തിയെ പ്രാപിച്ചിരിക്കും. കാത്തിരിക്കുന്ന പൈതലുണ്ടല്ലോ, ഇരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാ. ഓ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഓ സ്തോത്രം, ദൈവം തന്റെ മക്കൾക്ക് പരിശുദ്ധി ആത്മാവിനെ, ഓ ചിറകടിച്ച് പറക്കുവാൻ തക്ക ആത്മാവിനെ, ചിറകടിച്ച് കയറുവാൻ തക്ക ആത്മാവിനെ, അന്ധകാര ശക്തിയെ ഉടയ്ക്കാൻ തക്ക ആത്മാവിനെ എത്ര അധികം 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 കൊടുക്കും. ഒതുക്കി കളയുന്നല്ല, തകർത്ത് കളയുന്നല്ല. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തി എങ്കിലും കണ്ടോ, ഒരുപാട് ക്ഷീണിച്ച് വീണേ. അവരെ ശക്തിയിൽ ആശ്രയിച്ചു, അവരെ കഴിവിൽ ആശ്രയിച്ചു, ക്ഷീണിച്ച് വീണു. അവരെ ആരോഗ്യത്തിൽ ആശ്രയിച്ചു, അവരെ പ്രായത്തിൽ ആശ്രയിച്ചു. ഈ ദൈവത്തിൻ്റെ നാം എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ ആശ്രയിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെറുപ്പമാണ്, അതുകൊണ്ട് ചെറുപ്പപ്രായത്തിൽ ചെയ്യാൻ പറ്റി, എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. പറ്റത്തില്ല. നമ്മൾ കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യും? ശക്തി നമ്മൾ ആരോഗ്യത്തിൽ ആശ്രയിച്ചാൽ ഈ പ്രായം കൊണ്ടൊന്നും നമ്മൾ തളരേ ഉള്ളൂ. പക്ഷെ ഏത് പ്രായത്തിലും ദൈവത്തെ ആശ്രയിച്ച, ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ പകരം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പിന്നെ ബാല്യക്കാർ എന്ത് ചെയ്യും? ഇടറി വീഴും, യൗവനക്കാർ തളർന്നു പോകുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരെങ്ങനെയാണ്? കഴുകന്മാരാകുന്നല്ല, അതുപോലെ അവരെ മുകളിലേക്ക് പറക്കാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം താത്തവ പറന്ന് തടസ്സമായി നിന്നതിനെല്ലാം താണ്ടി മുകളിലെത്തും. ഓ സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിൽ സഞ്ചരിക്കുന്ന എല്ലാവരിലോ അമ്മേ, നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തുവിനാൽ നിറയുന്ന ആ പദ്ധതിക്ക്, ആ കൃപയ്ക്കകത്ത് അവരങ്ങ് നിറഞ്ഞു നിന്ന് പകർക്കും. എന്നാൽ താഴെ കടന്ന് ചിലതെല്ലാം കളിക്കാൻ നോക്കുമ്പോൾ, ആ കണ്ണ് വെച്ചൊന്ന് കീഴോട്ട് നോക്കുമ്പോൾ ആത്മാവിൽ അവർ ചിലത് കാണും. ആമ കൊട്ടാരത്തിനകത്തിരുന്ന് പിശാചിന്റെ പരിപാടിയെ പ്രാർത്ഥന മുറിക്കകത്ത് പ്രവാചകൻ കണ്ടതുപോലെ ഓ ദൃഷ്ടി ഒരു പ്രകാശനം വരും. ഹല്ലേലൂയ. ഇരുട്ടിന്റെ രഹസ്യ തന്ത്രങ്ങൾ അറിയാൻ ഒരു പ്രകാശനം വരും. മുറകളിൽ പകർന്നു നിൽക്കുക, കീഴെ മറ്റേ പരിപാടി നടക്കുക. അവിടെ നിന്ന് ആത്മാവിൽ നിറഞ്ഞ് കത്തിക്കും, ഇത് കത്തി എരിയും. ഹല്ലേലൂയ. താഴെയാക്കാനാണ് പരിപാടി. ആരെ? ഈ ചിറകടിച്ച് ഉയരപ്പോയില്ല, അതിന് താഴെയാക്കാനാണ് ഇവന്റെ പരിപാടി. അവിടെ ഇരുന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞേടാ, ഇത്രയും ഉയരങ്ങളിൽ പറന്ന് നിൽക്കുന്ന ആ കൃപയിൽ നിൽക്കുന്ന എന്നെ താഴെ തള്ളിയിടാനാണ് നിന്റെ പരിപാടി അല്ലേ? എങ്ങനെ കണ്ടു? ആത്മാവിൽ കണ്ടു. എങ്ങനെയായിരിക്കും ആത്മാവിൽ കണ്ടേ? അവിടെ മുകളൊക്കെ നിന്നപ്പോൾ എങ്ങനെ മനസ്സിലായി? ഈ കഴുകൻ ഉദാഹരണമാണ്, ഈ ബൈബിളിലില്ല. ഒരു ഉദാഹരണം പറയുക. കഴുകൻ ഒരു പക്ഷെ പറന്ന് മുകളിലെത്തിയപ്പോൾ ശത്രുവായവൻ ഇവൻ പറന്ന് മുകളിലെത്തിയവനെ താഴെ തള്ളിയിടാൻ കുറെ പരിപാടികൾ താഴെ മെടയുകയാണെന്ന് വെച്ചോ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ബൈബിളില്ലേ, ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എടുത്തു തരാനില്ല. ഞാൻ പറയട്ടെ സ്നേഹിതരെ, മുകളിൽ നിന്ന് ഈ കഴുകൻ എപ്പോഴായിരിക്കും തിരിഞ്ഞു നോക്കുക? സ്തോത്രം. ചിലപ്പോൾ പറന്നുകൊണ്ടിരിക്കുമ്പം പറക്കാനുള്ള ശക്തി അല്പം അതിൽ കുറഞ്ഞു വരുന്നു. ഹൈ ലെവലിൽ പറന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ പറക്കാൻ പറ്റുന്നില്ല. മുകളിലോട്ട് പറക്കുന്നത് അല്പം താഴോട്ട് ആ ഒരു സന്തോഷം, ആ ഒരു വിശ്വാസം, ആ ഒരു ഓട്ടം, ആ ഒരു ശക്തി, ആ ഒരു ബലം ഇല്ലാത്തതുപോലെ കുടഞ്ഞു പോകുന്നതുപോലെ പതുക്കെ താഴോട്ട് നോക്കിയപ്പോൾ പരിപാടി താഴെ നടക്കുക. ഇത് കണ്ട ഉടനെ എന്ത് ചെയ്തു? എടാ നിന്റെ ഇത് കണ്ടപ്പോ കത്തി എരിഞ്ഞ് വരുന്നു. വീണ്ടും അവൻ ഉയരങ്ങളിലേക്ക്. ഓ ജീസസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഇന്ന് പറന്നുകൊണ്ടിരിക്കുന്ന പൈതലേ, നിനക്കെതിരെ താഴെ ഒരു പണി ചിലപ്പോൾ നടന്നെന്ന് വരും. പക്ഷെ നീ ചെറുതായിട്ട് കുടഞ്ഞു പോയി ജീവിതത്തിനകത്ത് എവിടെയൊക്കെ ഒരു താളപ്പിഴ സംഭവിക്കുന്നു എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ കീഴോട്ടൊന്ന് നോക്കിയാൽ താഴെ എത്തും മുമ്പേ നിനക്ക് അവനെ തിരിച്ചറിയാനും തകർത്തിട്ട് വീണ്ടും ശക്തിയോടെ പറന്നുയരാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം തകർന്ന്, ആ ചിറകെല്ലാം തകർന്ന് താഴെ വന്ന് പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധ ജീവിതവും ആരാധനയും സത്യവചനവും ആ വചനത്തിലൂടെയുള്ള വിടുതലും ക്രിസ്തുവിലൂടെയുള്ള യാത്രയെല്ലാം വിട്ട് ചിറകെല്ലാം തളർന്ന് താഴെ എത്തും മുമ്പേ മുകളിൽ നിന്ന് ചെറുതായിട്ട് ചിറക് കുഴയുമ്പോഴേ താഴെയുള്ള ഇവന്റെ പരിപാടി കണ്ടുപിടിക്കാനുള്ള ദൃഷ്ടി ഉണ്ടെങ്കിൽ എടാ അവനെ കത്തിച്ചിട്ട് വീണ്ടും താഴെ വരുമെന്നല്ല, പറന്ന്. ഓഹോ, ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. പറന്ന് അതിന്റെ മുകളിൽ പറക്കുമെന്ന് അർത്ഥം. അല്ലെങ്കിൽ വീണ്ടും താഴെ വന്ന് ഒന്നേ നടിച്ചങ്ങുടിച്ച ഒന്നേ. അങ്ങനെയല്ല. ആത്മാവിൽ നിറഞ്ഞ് സഞ്ചരിക്കുവാൻ. ഹല്ലേലൂയ. അടുത്തവരിവിടെ വായിച്ചേ.
അവർ തളർന്നു പോകാതെ ഓടുകയും അവരെങ്ങനെ ഓടും? അവരെങ്ങനെ ഓടും? തളരത്തില്ല. തളർന്നു പോകാതെ ഓടും. കാരണം കാത്തിരുന്നപ്പോ തളർന്നു പോകാതെ ഓടാനുള്ള ശക്തിയെ ദൈവം അങ്ങ് നിറച്ചു കൊടുത്തു. തളരത്തില്ല. ഈ വണ്ടി നിൽക്കത്തില്ല, ഈ വണ്ടി തളരത്തില്ല. കാരണം ഇതിന്റെ നിർമ്മാതാവ് ഇതിനെ നിർമ്മിച്ച് ചിലതൊക്കെ ഈ എഞ്ചിൻ തകരത്തില്ല, ഈ ബലം കുറയത്തില്ല, ഈ ശക്തി കുറയത്തില്ല. കാരണം നിർമ്മാതാവിന്റെ അടുത്തിരുന്നപ്പോൾ നിർമ്മാതാവ് അതിനെ ഫുൾ പവറോടെ ജീസസ്. അടുത്ത വരി കൂടെ. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ തളരുകയില്ല. മുകളിൽ തളർന്നുല്ലേ? ശക്തി പ്രാപിച്ചവർ ഏത് പ്രായ വയസ്സ് വ്യത്യാസം ഇല്ലാതെ ക്ഷീണിക്കയില്ല. കണ്ടോ വ്യത്യാസം? കണ്ടോ? അപ്പോഴയ്യേ ആ കൊച്ചിന് 25 വയസ്സേ ഉള്ളൂ, ആ കൊച്ചിന് ശക്തിയോടെ ഓടാൻ പറ്റും. വയസ്സ് വെച്ച് ഓടാൻ പറ്റത്തില്ല. ഈ ശുശ്രൂഷയ്ക്കകത്ത് ഈ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഓടുന്നത് പോലെ ഒരാൾ ചാടി ഓടാൻ ഒരിക്കലും പറ്റൂല. സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് വചനം നമ്മളെ ഉറപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് വല്ലാത്തവരായിരുന്നു നമ്മളെ എടുത്തു പണിതു അപ്പൻ നിറഞ്ഞു. എന്തിനു വേണ്ടി? ഉയരങ്ങളിൽ നിന്ന് നമുക്കെതിരെ. എന്തിനു ഉയരം? ലോകപരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇതൊന്നും പറഞ്ഞ രോഗകാര്യം പറ്റുമല്ല. ഹല്ലേലൂയ. ആത്മികമായി നമ്മളെ തകർക്കുന്ന ചിലതിനെ ഉടച്ചു മാറ്റി ദൈവശക്തിയെ ക്രിസ്തുവിൽ സ്വന്തം ദൈവത്തിനായി പറന്നുയരുവാൻ, ദൈവകൃപയിൽ നിറഞ്ഞ് ദൈവ ഇഷ്ടപ്രകാരം പറന്നുയരുവാൻ കാത്തിരിക്കുന്ന മക്കൾക്ക് ശക്തിയെ കൊടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും നമുക്ക് ശക്തി മതിയവനാണ്.